ഒരു സ്റ്റേറ്റിന്റെ വിഭവം വിതരണം ചെയ്യുന്നതിൽ ഒരു ജനാധിപത്യ രീതിയുണ്ട്. ഇവിടുത്തെ SC/ST വിഭാഗങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള വിഭാഗം മനുഷ്യരാണ്. അവർ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയ ഒരു പോളിസിയാണത്. അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒരു പരാമർശം പറഞ്ഞു. SC/ST വിഭാഗങ്ങൾക്ക് 1.5 കോടിയൊന്നും കൊടുക്കണ്ട, വേണമെങ്കിൽ ഒരു 50 ലക്ഷം കൊടുക്കാം എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അത് വളരെ മോശമായി പോയി. ഞാൻ സിനിമ എടുത്തിട്ടില്ല. ഞാൻ ഒരു പിന്നണി ഗായികയാണ്. ഒരുപാട് സിനിമകളിൽ പിന്നണി പാടിയിട്ടുള്ള ഒരു ഗായികയാണ് ഞാൻ. നിങ്ങൾക്ക് അറിയുന്ന ഒത്തിരി ഗാനങ്ങള്, ചെമ്പാവ് പൊന്നിൽ, ആ പാട്ടൊക്കെ ഞാൻ പാടിയിട്ടുള്ളതാണ്. അതുപോലെ പിന്നെ കാത്തു കാത്തൊരു മഴയത്ത്, അതായത് ഭാവനയൊക്കെ ആദ്യം പാടി അഭിനയിച്ച ആ സിനിമയിലെ ഗാനമൊക്കെ പാടി വന്നിട്ടുള്ള ഒരു ഗായികയാണ് ഞാൻ സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാനും കൂടെയാണ്. അപ്പൊ സർക്കാരിന്റെ ഒരു നല്ല പോളിസി അത് അടിത്തട്ടിലേക്ക് എത്തുമ്പോ എന്തിനാണ് ഇവർക്ക് ഇത്ര ഒരു പ്രശ്നം? അതാണ് ഞാൻ ഉടനെ തന്നെ അദ്ദേഹം അത് പറഞ്ഞ ഉടനെ തന്നെ ചാടി എണീറ്റിട്ട് പറയണത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാര് അധ്വാനിക്കുമ്പോ ഞങ്ങളുടെ അപ്പൂപ്പന്മാർക്കൊന്നും പ്രതിഫലം ഉണ്ടായിരുന്നില്ല.